اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് 3 ഘട്ടങ്ങൾ അവനിൽ സംഭവിക്കണം. പലതവണ പല ആവർത്തി പല വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മുരീദ് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തഹ്ലിയത്താണ്, രണ്ടാമത്തത് തഹ്ലിയത്താണ്, മൂന്നാമത്തത് തജല്ലിയാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഞാൻ അതിനൊരു അറിയുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലേക്ക് പ്രമുഖരായ ചില ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ, നമ്മളെ ഭാര്യ സുബഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മുറ്റൊക്കെ അടിച്ചോരി ഉള്ളിലുള്ള എല്ലാ കച്ചറകളും നീക്കി തുടച്ച് വൃത്തിയാക്കി ആദ്യം അതാണ് ചെയ്യുക, അല്ലേ? ഒരു നല്ലൊരു പ്രമുഖരായ ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? വീടിലെ ആ മാലിന്യങ്ങളൊക്കെ നീക്കി, അവർ വന്ന് ഇരിക്കണ സ്ഥലമാണ്, അപ്പോൾ ആ കച്ചറകളൊക്കെ നീക്കി എന്ത് ചെയ്യും? റെഡിയാക്കും. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു പരിപാടിയുണ്ട്. എന്താണ്? അതിൻ്റെ മേശ വെക്കേണ്ടടുത്ത് നല്ല ക്ലിയർ ആക്കി വെച്ച്, പൂച്ചെണ്ട് ഒരു ഭാഗത്ത് വെച്ച്, അല്ലേ പൂച്ചെണ്ടുകൾ ഏത് ഭാഗത്താണ് വെക്കേണ്ടത് വെച്ചാൽ അത് വെച്ച്, അതുപോലെ തന്നെ ഈ ബെതറിക്കിടക്കുന്ന പല ഭാഗങ്ങളെയും ഒരുക്കി വെച്ച്, അവർ വന്നാൽ നല്ല മട്ടത്തിൽ ഇത് കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും നമ്മളെ റൂമുകളും കാര്യങ്ങളൊക്കെ. ഒന്നുകൊണ്ട് എന്ത് ചെയ്യും? മൊഞ്ചാക്കും നമ്മളൊക്കെ, അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരിക? വിരുന്നുകാർ വരിക. അതേപോലെ തന്നെ ഒരു മുരീദിന്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹു തആല ഇരിക്കേണ്ട സ്ഥലമായതുകൊണ്ട് അല്ലാഹു തആലക്ക് കടന്നു വരേണ്ട സ്ഥലമാണ് ഏത്? ഒരു മുരീദിന്റെ ഹൃദയം. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. അപ്പൊ ആദ്യം അല്ലാഹു തആലാന്റെ ഹുദൂർ അവിടെ ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആ ഹൃദയ ഭൂമികയിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കണം, അല്ലേ? അപ്പോ നമ്മളെ ഹൃദയത്തിൽ എന്ത് പാടില്ല? അല്ലാഹു തആല നമ്മോട് ശത്രുവായി കാണാൻ പറഞ്ഞ 2 ആൾക്കാരുണ്ട്. ഒന്ന് നഫ്സാണ്, 2 ശൈത്താനാണ്. ആ നഫ്സിന്റെ എന്തൊക്കെ ചേറുചളികളുണ്ടോ, നഫ്സ് ഉണ്ടാക്കുന്ന അമ്മാറത്തും ലവ്വാമത്തും ലിഹിമത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുഴുവനായിട്ട് അവിടെ എന്ത് ചെയ്യണം? എന്ന് ഒഴിവാക്കണം. അതുപോലെ തടീച്ചകളുണ്ട്, ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നത്, അതൊക്കെ നഫ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന ഇരുളുകളാണ്, അത് മുഴുവനായി നീക്കണം. പിന്നെ ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഹങ്കാരം, അസൂയ, ഫഖ്ർ, അകപ്പെരുമ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തഹ്ലിയത്താണ്. ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം അവിടുന്ന് എന്ത് ചെയ്യണം? നീക്കണം. അപ്പൊ ഒരു മുരീദ് ഒരു ത്വരീഖത്തിലേക്ക് വരുമ്പോ ഇന്ന് ബയ്യത്ത് നാളെ തന്നെ എനിക്ക് അലാഖിന്റെ ഫതുഹൊക്കെ ലഭിച്ച്, ഫതുഹുൽ അക്ബറൊക്കെ ലഭിച്ച്, ഞാൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളായി, എൻ്റെ അടുത്തേക്ക് എല്ലാവരും പാടെ വന്ന്, അങ്ങനത്തെ ചിന്തയിൽ മുരീദ് തുടങ്ങാൻ തന്നെ പാടില്ല. ആദ്യം അവനിൽ എന്താ ഉണ്ടാകേണ്ടത്? അവന്റെ കച്ചറുകൾ ഏതാണോ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വിറുദാവട്ടെ, വലീഫയാകട്ടെ, ഹൈലലയാകട്ടെ, സ്വലാത്തുൽ ഫാത്തിഹ ആകട്ടെ, ഖുർആൻ ഓത്താവട്ടെ, സ്വദഖയാവട്ടെ, അതുകൊണ്ട് നമ്മൾ ആദ്യം കരുതേണ്ടതാണ്
ഇന്നിൽ ഒരുപാട് കച്ചറകളുണ്ട്, ആദ്യം കുമിഞ്ഞുകൂടിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ആ കച്ചറകൾ എനിക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് നീക്കണം. ആദ്യം അതാ കരുതണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ദിക്റൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് നാളെ റസൂലുള്ളാഹിനെ കാണണം, മറ്റന്നാൾ റസൂലുള്ളാഹിനെ ഉണർവിലാണ് കാണണം, അതിനാദ്യം ഇത് നീക്കണ്ടേ? അപ്പൊ ആദ്യം നമ്മളെ നിയ്യത്ത് എന്തേക്കാരം? തഖ്ലിയത്താണ് ആദ്യം ഒരു മുരീദിന്റെ സ്റ്റേജ്. അത് ഒരു മുരീദിന് നടക്കണം, പൂർണ്ണമായി നടക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ ഇബ്നു ജൗസി തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞു ഇല്ലേ? ഇബ്നു ജൗസി തങ്ങളോട് ഒരാൾ ചോദിച്ചില്ലേ? ഇബ്നു ജൗസി തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഇസ്തിഗ്ഫാറാണോ നല്ലത് അതല്ല തസ്ബീഹാണോ നല്ലത്? ഇസ്തിഗ്ഫാറാണോ നല്ലത് തസ്ബീഹാണോ നല്ലത്? അപ്പൊ ഇബ്നു ജൗസി വളരെ രസകരമായ രൂപത്തിലൊരു മറുപടി പറഞ്ഞു. ചെളിയിൽ മുങ്ങിയ മാലിന്യങ്ങൾ ഉള്ള വസ്ത്രം ധരിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് ആദ്യം വേണ്ടത് എന്താണ്? നല്ല സോപ്പാണ്. നല്ല സോപ്പാണ്. എന്നിട്ടാ പിന്നെ എന്ത് വേണ്ടത്? അത്തർ വേണ്ടത്. എന്നിട്ടാണ് പിന്നെ അത്തർ വേണ്ടത്. മനസ്സിലായി? വിഷയം നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സോപ്പ് കൊണ്ട് നമ്മളിത് കഴുകിക്കളയണം, എന്നിട്ട് നമുക്ക് അത്തർ പൂശാം. അപ്പൊ ആദ്യം നമ്മളിൽ എന്ത് വേണം? നമുക്ക് ഇൽമു വേണം, ഇർഫാന് വേണം, ഹുബ്ബ് വേണം, റിള വേണം. ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാണ്ട്. പക്ഷെ ആദ്യം എന്ത് വേണം? ഈ കഴുകിക്കളഞ്ഞ സോപ്പ് കൊണ്ട് ഈ മാലിന്യങ്ങൾ നമ്മൾ ആദ്യം ഇവിടെ നീക്കണം, എന്നിട്ടാണ് നമ്മൾ അത്തർ പൂശേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് തഖ്ലിയത്താണ്. എല്ലാ കച്ചറകളെയും പൂർണ്ണമായി അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക? പൂർണ്ണമായി നീക്കുക. ഇനി രണ്ടാമത്തതാണ്, എല്ലാ കച്ചറകളും നീക്കി കഴിഞ്ഞാൽ പിന്നെ അലങ്കരിക്കേണ്ട ജോലിയാണ് ഒരു മുരീദിന്. സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഓരോ ഹർഫിനും ഓരോ മുവക്കലിങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫുകൾക്കും ഓരോ മുവക്കലിങ്ങളാകുന്ന മലായിക്കത്തുണ്ട്. അപ്പൊ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര മലായിക്കത്തുകൾ അതിന് മുവക്കലിങ്ങളായിട്ടുണ്ടോ? അതിന്റെ ഓരോ ഹർഫിന്റെ ഉള്ളിലുള്ള നൂറാനിയത്തുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് പകർന്നു വരും. ഓരോ ജോലി അതാണ്. അവരെ ജോലി അതാണ് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞത്, സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചെല്ലുക എന്നുള്ളത് തന്നെ അപാരമായ തൗഫീഖാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതാൻ ഒരാൾക്ക് അള്ളാഹു തആല അവസരം നൽകുക എന്നുള്ളത് വലിയ തൗഫീഖ് തന്നെയാണ്. അപ്പോ ഇവൻ ചെല്ലുന്ന ഓരോ കാര്യങ്ങളും നൂറുകളാണ്. പിന്നെ അതൊക്കെ എന്താവും? കച്ചറകളൊക്കെ നീക്കിക്കഴിഞ്ഞ് പിന്നെ ഓൻ ചെല്ലുമ്പോൾ അതൊക്കെ ഓന്റെ ഹൃദയത്തിൽ വെളിച്ചമായിട്ട് അള്ളാഹു തആല എങ്ങനെ കൊടുക്കും. മനസ്സിലാവണം? ഇൽമ് ഓനിൽ അള്ളാഹു തആല ഇട്ടുകൊടുക്കും, ഇർഫാൻ ഇട്ടുകൊടുക്കും, ഹുബ്ബ് ഇട്ടുകൊടുക്കും, റിള ഇട്ടുകൊടുക്കും, സ്വബർ ഇട്ടുകൊടുക്കും. മനസ്സിലാവും? ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഓന്റെ ഹൃദയം അലങ്കരിച്ച് ഇങ്ങനെ മട്ടാക്കി കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ തജല്ലി വരിക. അപ്പൊ ആദ്യം തഖ്ലിയത്ത് എന്ന സാധനം നടക്കണം, പിന്നെയാണ് തഹ്ലിയത്ത്. കാരണം അള്ളാഹ് വരുമ്പത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റപ്പാക്കി വെക്കണം. നമ്മുടെ ഖൽബ് സെറ്റപ്പാക്കി ക്ലിയർ ആക്കി വെക്കണം. അപ്പൊ എല്ലാ നിലക്കുമുള്ള ഈ ഇൽമു കൊണ്ടും ഇർഫാൻ കൊണ്ടും ഹിൽമു കൊണ്ടും ഹുബ്ബ് കൊണ്ടും ഷൗക്ക് കൊണ്ടും ഷറഫ് കൊണ്ടും ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യണം? ഇങ്ങനെ വെളിച്ചം പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ നിലക്കും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ അവിടെ ഇങ്ങനെ വരും. അപ്പോഴാണ് നമ്മൾ ചെല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ് നമ്മളിൽ എഫക്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എഫക്റ്റ് ചെയ്യുക. നമ്മൾ ചെല്ലുന്ന ഇസ്തിഗ്ഫാർ അപ്പോഴാ എഫക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും രഹസ്യങ്ങൾ ഒരു മുരീദിന് അപ്പോഴാണ് എന്ത് ചെയ്യുക? അറിയുക. അതുവരെ ഒരു മുരീദിന് എന്ത് ചെയ്യൂല? അറിയില്ല. എന്ന് പറഞ്ഞാൽ ആ വായത്തിലേക്ക് എത്താതെ ഒരാൾക്കും പൂർണ്ണമായ ഇതിന്റെ അഭിരുചി മനസ്സിലാക്കാൻ എന്ത് ചെയ്യൂല? കഴിയില്ല. മനസ്സിലാണ്? ചിലപ്പോ തുടക്കത്തിലൊക്കെ വരുമ്പോ ഈ കുല്ലു ജദീദുൻ ലദീദ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. എല്ലാ പുതിയതിനും ഒരു ഒരാനന്ദം ഉണ്ടാവും. എല്ലാ പുതിയതിനും എന്തുണ്ടാവും? ഒരാനന്ദം ഉണ്ടാവും. പിന്നെ ആ കുറച്ചെണ്ണം കഴിഞ്ഞാ അതിപ്പോ എങ്ങനെ അത് പിന്നെയും തിരിച്ചെന്ത് ചെയ്യും? ആ പഴയ രൂപത്തിൽ ഇങ്ങനെ വരും. ചില ആൾക്കാർ പറയലുണ്ട്, പിന്നെ ഉസ്താദ് ഞാൻ അമല് ഭയങ്കര റാഹത്തുണ്ട് കേട്ടോ പറയും. എന്നോട് പറഞ്ഞാൽ ഭയങ്കര റാഹത്തുണ്ട്. കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചെപ്പം അങ്ങനെ എന്തൊക്കെ ഇങ്ങോട്ട് നമ്മളെ ഇടങ്ങറാക്കുന്നുണ്ട് കേട്ടോ. ശൈത്താനും കിട്ടേ അതിന് ഇസ്തിഖാമത്തില്ലായിട്ടാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇസ്തിഖാമത്ത് വേണം. ഇപ്പം ഇന്നലെ നമ്മൾ ഹിക്കമിന്റെ ക്ലാസ് എടുത്തു. ഹിക്കമിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? കറാമത്തുകൾ ഒരാളിൽ വെളിപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്
അയാൾ നെഫ്സിന്റെ ആഫത്തുകളെ തൊട്ട് പൂർണ്ണമായി ഒഴിവായവൻ ആവൂല. ചിലപ്പോ ആകാശത്തൂടെ പറക്കുന്ന ആൾക്കാരായിട്ട് കാണും, വള്ളത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന ആളായിട്ട് കാണും. അതുപോലെ തന്നെ ഭൂമി ചുരുക്കപ്പെട്ടതായ കറാമത്തുകളുടെ മനുഷ്യന്മാരേക്കാരം. പക്ഷെ നെഫ്സിന്റെ ആഫത്തുകളെ തൊട്ട് ഒരിക്കലും മൂപ്പര് എന്ത് ചെയ്യൂല, പൂർണ്ണമായി ഒഴിവാകൂല. അക്സാവായത്തിലേക്ക് എത്താതെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഒഴിവാകൂല. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പോ ത്വരീഖത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുറബ്ബിയായ മശായിഖന്മാരെ പ്രശ്നങ്ങളോ ആയിരിക്കൂല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നുമേ നല്ലവൻ ഞാൻ എന്ന് ചൊന്നു. നമ്മക്ക് നമ്മളെക്കുറിച്ചൊരു ബോധവും നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടും വേണം. ഞാൻ ആരാണ്, എൻ്റെ ദറജ എന്താണ്, ഞാൻ ഈ സൃഷ്ടികളിൽ ആരാണ്, ഈ സൃഷ്ടികളിൽ ഞാൻ ആരാണ് എന്ന ചിന്ത ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ പൂർണ്ണമായിട്ട് അല്ലാഹുവിലേക്ക് തവജ്ജുഹാകുന്നൊരവസ്ഥ അവനിൽ വരും. അതില്ല എങ്കിൽ എപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്, തസവുഫ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അദബാണ്. തസവുഫ് എന്ന് പറഞ്ഞാൽ അദബാണ്. അതിലെന്തെങ്കിലും ഒരു ഫാൾട്ട് ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കിതാബിൽ വായിച്ചിട്ടുണ്ട്, ഒരാള് 15 വർഷമായി സ്ഥിരമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ സദസ്സിൽ പങ്കെടുത്ത ഒരാൾ ഈ വ്യക്തിനെ സ്വപ്നം കണ്ടു. അദ്ദേഹം വലിയ അദാബിലാണ്. 15 വർഷമായി സ്ഥിരമായി പങ്കെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപദാനങ്ങൾ പറയുന്ന മജ്‌ലിസിൽ വന്ന ആളാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ ആ മജ്‌ലിസിൽ പാലിക്കേണ്ട മര്യാദ ഉണ്ട്. മൂപ്പരയിൽ എൻ്റെ ഒച്ചട്ട് ചിരിക്കുമായിരുന്നു, അതിനെ ഇസ്തിഹ്സാ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അയാൾ വലിയ അദാബിലാണ് എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ ആ വ്യക്തിയെക്കുറിച്ച് പറയണ്ടായി. അപ്പൊ നമ്മൾ 25 കൊല്ലായി 35 കൊല്ലായി 40 കൊല്ലായി എന്ന് പറച്ചില്ലല്ല. ഉള്ളത് 5 കൊല്ലാണെങ്കിലും ഉള്ളത് 2 കൊല്ലാണെങ്കിലും അതബോടുകൂടെ നിന്നാൽ മതി. അതിന് അല്ലാഹു തആല വലിയ എന്ത് ചെയ്യും, വലിയ മഖാമിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, എത്തിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നിട്ട് എത്ര കാലം ഉമർ തങ്ങൾ ജീവിച്ചത്? പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു എത്ര പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്? ആര്? മൂപ്പര പേരെ സൈഫുള്ളാണ്, അള്ളാഹുവിന്റെ വാൾനായില്ലേ അല്ലേ? വലിയ വലിയ യുദ്ധങ്ങളിലൊക്കെ പിന്നെ മുസ്ലിമീങ്ങളുടെ പടനായകനായിരുന്നു ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവും? അപ്പോ എത്ര കാലമായി എന്നുള്ളതാ. ഇല്ല കാലം അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും പറഞ്ഞ രൂപത്തിൽ മശായിഖന്മാരും പറഞ്ഞ രൂപത്തിൽ നമ്മൾ ജീവിച്ചോ, അതുകൊണ്ട് നമുക്ക് വലിയ വിജയം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ യഥാർത്ഥ മുരീദന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.